ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നാളെ 8ാം ക്ലാസ്സിലെ സ്റ്റേറ്റിലെ കുട്ടികളുടെ മാത്സ് പരീക്ഷ നടക്കുകയാണ്. അപ്പോൾ അതിൽ റേഷ്യോ എന്ന ചാപ്റ്ററിലെ ഒരു കണക്കാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റു കാര്യം ഇത് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: there are 3 water tanks in a school. Their capacities are in the ratio 2:3:5. The smallest of them can hold 2,500 liters. How many liters can other hold? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന ക്ഷമ നിങ്ങൾ കാണിക്കണം, കുട്ടികൾ കാണിക്കണം. ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. ഈ ഒരു സ്കൂളിൽ 3 വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റീസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3:5 ആണ്. കപ്പാസിറ്റിയുടെ റേഷ്യോ ആണ് പറയാൻ. നമുക്ക് എത്രയാണ് ഓരോന്നും എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിൻ്റെ റേഷ്യോ പറയുന്നത് 2:3:5 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 2x ആയിട്ട് എടുക്കാം, 2x. അതുപോലെ രണ്ടാമത്തെ ടാങ്കിൻ്റെ കപ്പാസിറ്റി നമുക്ക് എന്തായിട്ട് എടുക്കാം? 3x ആയിട്ട് എടുക്കാം. കാരണം റേഷ്യോ 2:3:5 ആണ്. ആ ഒരു അംശബന്ധത്തിലാണ് അതിൻ്റെ എത്ര കപ്പാസിറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എത്ര ഇതൊന്നാണ് എക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ മൂന്നാമത്തെ ടാങ്കിൻ്റെ എങ്ങനെ വരും? മൂന്നാമത്തെ ടാങ്കിൻ്റെ 5x എന്ന് വരും. ഇതിൽ പറയുന്നത് സ്മോളസ്റ്റ് ഓഫ് ദം ക്യാൻ ഹോൾഡ് 2,500 liters. ഇതിൽ ഏറ്റവും ചെറുതിന് 2,500 ലിറ്റർ വെള്ളത്തിന് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നത്. ഇത് ഏറ്റവും ചെറുത് ഇതാ ഇവിടെ 2x ആണ്. അപ്പോൾ 2xന് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും? 2,500 പറ്റും. അങ്ങനെയാണെങ്കിൽ മറ്റ് ടാങ്കിന് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ 2x 2,500 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. x = എന്ത് വരും? 2x 2,500 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ ഇവിടെ 2നെ ഈ സൈഡിൽ x കൊണ്ട് ഇൻഡ്യൂ ചെയ്തേക്കാണ്. അപ്പോൾ 2നെ നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇൻഡ്യൂ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2,500/2 1,250 1250 ലിറ്റർ വെള്ളമാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാണാം. 2x സെക്കൻഡ് ടാങ്കിൻ്റെ കപ്പാസിറ്റി 3x ആണ്. അതെന്ന് പറയുന്നത് 3 × 1,000. എക്സ് എന്ന് പറയുന്നത് 1,250. 3 × 1,250. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. 125 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 അഡീഷണൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടും 3,750 കിട്ടും. അതുപോലെ തന്നെ തേർഡ് ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5x ആണ്. അപ്പോൾ 5 × 1,250. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 125നെ 5 കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് നമുക്ക് ഒരു 0 അഡീഷണൽ ഇട്ടാൽ മതി. 125 × 5 5 × 5 25 5 2 2 5 are 10 12 1 1 × 5 plus 1 620. 125 × 5 625 ആണ്. ഒരു 0 കൂടി വരും. അപ്പോൾ 3,750 ലിറ്റർ ആണ് രണ്ടാമത്തെ ടാങ്ക് ഹോൾഡ് ചെയ്യുക. മൂന്നാമത്തെ ടാങ്ക് 6,650 ലിറ്റേഴ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു കണക്ക് ഈസി ആയിട്ട്, ഇതല്ല ഇനി ഏത് കണക്കാണെങ്കിലും, ഇപ്പോൾ മാർക്കിൻ്റെ കാര്യം പറയുന്നതായിട്ട് എങ്ങനെയായാലും ഇവിടെ സ്മോളസ്റ്റ് ആണ് വന്നത്. ചില കണക്കുകളിൽ ഇങ്ങനെ വരും. ഇതെല്ലാം കൂടി കൂട്ടിയാലുള്ള കപ്പാസിറ്റി ആണെങ്കിൽ ഈ 2x 3x 5x നമ്മൾ കൂട്ടാം. അതിൽ എമൗണ്ട് അവിടെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്ററിൽ വരുന്ന ഏത് കണക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാപ്റ്റർ നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ എല്ലാ കുട്ടികൾക്കും ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഫുൾ മാർക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.